സംഗീത ലോകം എസ് ജാനകിയുടെ ഓർമ്മകളിലാണ്. ഒരിക്കലും മരിക്കാത്ത ഈണങ്ങൾ സമ്മാനിച്ച് മടങ്ങുന്ന ആ ഗാനകോകിലത്തെ എത്ര വർണ്ണിച്ചാലും മതിയാകില്ല. ജാനകി അമ്മയുടെ വിവിധ ഗാനങ്ങളെ അപഗ്രഥിക്കാൻ നമുക്കൊപ്പം ചേരുകയാണ് സജിത്ത് തേവൂരത്ത്. ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്ത് നിന്നുള്ള ഡോക്ടർ സജിത്ത് മലയാള സാഹിത്യകാരനും ഗാനരചയിതാവും ഗവേഷകനും അധ്യാപകനുമാണ്. നിലവിൽ ആലപ്പുഴ ST കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായി പ്രവർത്തിക്കുകയാണ്. ജാനകി അമ്മയുടെ ഗാനങ്ങളിലൂടെ സജിത്ത് നടത്തുന്ന സംഗീതയാത്രയിലേക്ക് നമുക്ക് പോകാം. ജാനകിയമ്മ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ ഗായികയാണ്. നമുക്ക് ഒരുപാട് ഗായികമാരും ഒരുപാട് ഗായകരും ഉണ്ടെങ്കിലും മലയാളിയുടെ ഹൃദയത്തോട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു ഗായിക അത് ജാനകിയമ്മയാണ്. അതുകൊണ്ട് തന്നെ ജാനകിയമ്മയുടെ വേർപാട് നമ്മളിൽ ഉണ്ടാക്കിയിരിക്കുന്ന വല്ലാത്ത ഒരു ശൂന്യത അത് വളരെ വലുതാണ്. എത്രയെത്ര മനോഹരമായ ഗാനങ്ങളാണ് മലയാളത്തിൽ നമുക്ക് ജാനകിയമ്മ സമ്മാനിച്ചത്. അവരുടെ ആലാപനം കൊണ്ട് തന്നെ എന്നും ചിരഞ്ജീവിയായി മാറിയ എത്രയോ പാട്ടുകൾ, അതിമനോഹരങ്ങളായ പാട്ടുകൾ 17 ഇന്ത്യൻ ഭാഷകളിലും മറ്റ് ഇന്ത്യക്ക് പുറത്തുള്ള ഭാഷകളിലുമൊക്കെയായി ഏതാണ്ട് 50,000-ഓളം പാട്ടുകൾ പാടിയ, അത് ചലച്ചിത്ര ഗാനങ്ങൾ മാത്രമല്ല, ചലച്ചിത്ര ഗാനങ്ങൾ, ലളിത ഗാനങ്ങൾ, ഭക്തി ഗാനങ്ങൾ, ഭജൻസ്, ഇങ്ങനെ വിവിധ മേഖലകളിൽ 50,000-ഓളം പാട്ടുപാടിയ ഒരു മഹാഗായിക. അതുകൊണ്ട് തന്നെ ജാനകിയമ്മയുടെ വേർപാട്, കുറച്ച് നാളായി ജാനകിയമ്മ പാടുന്നില്ലായിരുന്നു എങ്കിലും അവർ ദിവസവും അവരുടെ പാട്ടുകൾ കേട്ടിരുന്നത് കൊണ്ട് ജാനകിയമ്മ നമുക്കൊപ്പം ഇല്ല എന്നൊരു അങ്ങനെ ഒരു അനുഭവം നമുക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ആ സത്യത്തിലേക്ക് മനസ്സിലാക്കുകയാണ്, ഉൾക്കൊള്ളുകയാണ്. ജാനകിയമ്മ നമ്മളിൽ നിന്ന് ഇന്ന് മുതലില്ല, അല്ലെങ്കിൽ ഇന്നലെ മുതലില്ല എന്ന് മനസ്സിലാക്കുക. പക്ഷെ ജാനകിയമ്മ എന്നും തലമുറകളെ പാട്ടുപാടി ഉറക്കാനായി, അല്ലെങ്കിൽ തലമുറകളുടെ ഹൃദയ തന്ത്രികളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമായി മലയാളത്തിൽ ജാനകിയമ്മ ഉണ്ടാകും. യഥാർത്ഥത്തിൽ മലയാളിയല്ല ജാനകിയമ്മ. ജാനകിയമ്മ തെലുങ്കിൽ ജനിച്ച് തമിഴ്നാട്ടിൽ ജീവിച്ച് ഇപ്പോൾ മൈസൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതിലേക്ക് മടങ്ങുന്ന ജാനകിയമ്മ. പക്ഷെ നമുക്ക് ഒരിക്കലും ജാനകിയമ്മ മലയാളി അല്ല എന്ന് തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മലയാളി, കൃത്യമായ ഒരു മലയാളി ഗായിക, പൂർണ്ണമായ ഒരു മലയാളി ഗായികയുടെ അതേ ഭാവവും അതേ ഉച്ചാരണവും ജാനകിയമ്മ പുലർത്തിയിരുന്നു എല്ലാ പാട്ടുകളിലും. അടുത്ത കാലത്ത് വരാൻ പോകുന്ന ജാനകിയമ്മയുടെ മകന്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന ഗാനമേളയിൽ പാടുന്നതിനായി ചിത്രാമ്മയോട് പാട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വാക്കുകൾ തെറ്റിപ്പോകരുത് എന്ന് പറയുന്ന തരത്തിലേക്ക് അത്ര സൂക്ഷ്മമായി പാട്ടുകളിലെ വാക്കുകളും ആ വാക്കുകളുടെ അർത്ഥങ്ങളും ആ അർത്ഥങ്ങളുടെ ഭാവങ്ങളും ഒക്കെ ജാനകിയമ്മ ഉൾക്കൊണ്ടാണ് പാട്ടുപാടിയിരുന്നത്. പഴയ ഗായകർ ഒക്കെ അങ്ങനെയായിരുന്നു. അവർ ആ ഗാനരചയിതാവിനോടും സംഗീത സംവിധായകനോടും ഒപ്പം ഇരുന്ന് പാട്ട് പഠിച്ച് ആ പാട്ടിന്റെ അർത്ഥവും ആ പാട്ട് വരുന്ന രംഗവും ആ രംഗത്തെ ഭാവവും ഒക്കെ മനസ്സിലാക്കിയാണ് പാട്ടുകൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അനേകം പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച മഹാഗായിക നമ്മളിൽ നിന്ന് വിട്ടുപോവുകയാണ്. 1957 പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ജാനകിയമ്മയെ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ജാനകിയമ്മ മലയാളത്തിൽ പ്രസിദ്ധയാകുന്നത് 1963 ബാബുക്ക എന്ന ബാബുരാജ്, അദ്ദേഹം മൂടുപടം എന്ന സിനിമയിൽ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച, ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ തളീരിട്ട കിനാക്കൾ തൻ താമരമാലവാങ്ങ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ എന്ന പാട്ടോട് കൂടിയാണ്. അതിനു മുമ്പ് 1957 വരുമ്പോൾ 59 ഡ്യൂറ്റുകളും 60 സംഘഗാനത്തിന്റെ ഭാഗമായി ഗ്രൂപ്പിലെ ഒരു അംഗമായും ഒക്കെ പാടിയിരുന്നയാളാണ് ജാനകിയമ്മ. ജാനകിയമ്മയെ പെട്ടെന്ന് സംഗീത സംവിധായകർ ശ്രദ്ധിക്കാനിടയായത് കൊഞ്ചും ചിലങ്കൈ എന്ന് പറയുന്ന സിനിമയിൽ, തമിഴ് സിനിമയിൽ ചിങ്കാരവേലനെ ദേവ എന്ന് പറയുന്ന മനോഹരമായ പാട്ട്,
അത് കേവലം ഒരു പാട്ട് മാത്രമല്ല, ആ പാട്ടിന്റെ പ്രത്യേകത അത് വളരെ താരസ്ഥായിയിലുള്ള പാട്ടാണ്. ഉച്ചത്തിൽ ഉയർന്ന പിച്ചിലുള്ള പാട്ടാണ്. അത് അതിനോടൊപ്പം നാഗസ്വരമാണ് വായിക്കുന്നത്. അതും അന്നത്തെ ഏറ്റവും പ്രമുഖനായ കാരേക്കുറിച്ചി അരുണാചലം എന്ന് പറയുന്ന പ്രസിദ്ധനായ നാഗസ്വര വിദ്വാനാണ് വായിക്കുന്നത്. നമ്മളുടെ കേട്ടറിവിൽ അതിനു മുമ്പ് 2 മഹാഗായകർ ഈ പാട്ട് പാടാൻ ശ്രമിക്കുകയും അവർക്ക് ഈ താരസ്ഥായിയിലേക്ക് പാടാൻ കഴിയാതെ പിൻവാങ്ങുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ പാട്ട് അവരിൽ തന്നെ ഒരു പ്രമുഖ ഗായികയാണ് ജാനകി അമ്മയുടെ പേര് നിർദ്ദേശിക്കുന്നത്. ഇത് ജാനകിക്ക് പാടാൻ കഴിയൂ എന്ന് പറയുകയും ജാനകി അമ്മ വന്ന് ഈ പാട്ട് അതിമനോഹരമായി നാഗസ്വരത്തിനൊപ്പം പാടുകയും ചെയ്തു. അങ്ങനെ കാരേക്കുറിച്ചിയുടെ നാഗസ്വരത്തിനൊപ്പം പാടി ആ പാട്ട് വളരെ ഹിറ്റായി പുതിയൊരു സംഗീത ജീവിതത്തിലേക്ക് ജാനകിയമ്മ മാറുന്നതിന് ജാനകിയമ്മ പറയുന്നത്, ജാനകിയമ്മ വളരെ കുറച്ചു കാലം മാത്രമേ സംഗീതം ശാസ്ത്രീയമായി പഠിച്ചുള്ളൂ. പൈഡി സ്വാമി എന്ന് പറയുന്ന ഒരു നാഗസ്വര വിദ്വാനാണ് ഈ സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ ജാനകിയമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത്. ഈ പറഞ്ഞത് കേട്ട് ജാനകിയമ്മയുടെ വിജ്ഞാനം, സംഗീതജ്ഞാനം മനസ്സിലാക്കിയ സ്വാമി മോൾ ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ വളരെ ജ്ഞാനസ്ഥയാണ് എന്ന് പറഞ്ഞ് പാട്ട് തുടരാൻ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ ശാസ്ത്രീയമായ സംഗീതം വളരെ കുറച്ചേ ജാനകിയമ്മ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ പൈഡിസ്വാമിയുടെ ഒരു അനുഗ്രഹമാണ് ആദ്യമായി പുതിയൊരു സംഗീത ജീവിതം തുടങ്ങുമ്പോൾ നാഗസ്വരവുമായി ചേർന്ന്, അല്ലെങ്കിൽ നാഗസ്വരത്തിന്റെ ആ ശ്രുതിയോടൊപ്പം പാടി വലിയ ഹിറ്റായി മാറാൻ കഴിഞ്ഞത്, അങ്ങനെ ഒരു പുതിയ ഗാനയാത്രയ്ക്ക് തുടക്കമിടാൻ കഴിഞ്ഞത് എന്ന് എപ്പോഴും ജാനകിയമ്മ പറയാറുണ്ട്. അങ്ങനെ ആ പാട്ട് വരുന്നതോടുകൂടിയാണ് ബാബുരാജ് സാർ അടക്കമുള്ള മറ്റ് സംഗീത സംവിധായകർ ജാനകിയമ്മയെ തങ്ങളുടെ പാട്ടുകൾ പാടിക്കാനായി വിളിക്കുന്നത്. ജാനകിയമ്മയുടെ നേരത്തെ ഞാൻ പറഞ്ഞു, അവർ ഏത് ഭാഷയിൽ പാടിയാലും ആ ഭാഷയിലെ ഗായികയാണ്, അവിടെ ജനിച്ചു വളർന്ന ആളാണ് എന്ന് തോന്നുന്ന തരത്തിൽ ജാനകിയമ്മ വളരെ ഡിക്ഷനും അതിന്റെ വാക്കുകളുടെ പ്രയോഗവും ഒക്കെ സൂക്ഷിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ശ്രുതി ശുദ്ധമായാണ് പാടുന്നത്. അതുപോലെ അതിമനോഹരമായി ലയവും ശ്രുതിയും ലയവും ഒന്നുപോലെ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ പാട്ടിലേക്ക് കൊണ്ടുവരാൻ ജാനകിയമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ എത്ര പാട്ടുകളാണ് മനോഹരമായി നമുക്ക് ലഭിച്ചത്. ഒരുപാട് പാട്ടുകൾ, അനേകം പാട്ടുകൾ. ആ പാട്ടുകളിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് 4 തവണ ഈ പാട്ടുകളുടെ അവതരണത്തിന്റെ മനോഹാരിതയ്ക്ക് ദേശീയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് അമ്മയ്ക്ക് ലഭിച്ചു. മലയാളത്തിൽ 11 പ്രാവശ്യം മികച്ച ഗായികയായി എസ് ജാനകി എന്ന മഹാഗായികയെ തെരഞ്ഞെടുത്തു. ഇനി കാരേക്കുറിച്ചി അരുണാചലത്തിനോടൊപ്പം മാത്രമല്ല, അല്ലെങ്കിൽ നാഗസ്വരത്തിനോടൊപ്പം മാത്രമല്ല, ബിസ്മില്ല ഖാനോടൊപ്പം ഷെഹനായി അതിനൊപ്പം പാടി. MS ഗോപാലകൃഷ്ണനൊപ്പം വയലിൻ അക്കമ്പനി ചെയ്യുമ്പോൾ പാടി. ഹരിപ്രസാദ് ചൗരസ്യയുടെ പുല്ലാങ്കുഴലിനൊപ്പം പാടി. അങ്ങനെ ഇത്രയും സവിശേഷമായ അല്ലെങ്കിൽ പ്രതിഭകളായ സംഗീതവാദകരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു മഹാഗായികയാണ് ജാനകിയമ്മ. ജാനകിയമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, പാട്ടുമായി ബന്ധപ്പെട്ടൊക്കെ അനേകം കഥകൾ നമുക്കിടയിലുണ്ട്. അതിലെ ഞാൻ ആദ്യം ഓർക്കുന്നത്, ജാനകിയമ്മ ജീവിതത്തിൽ വളരെ ലാളിത്യം പുലർത്തിയിരുന്ന ഒരാളാണ്. എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറിയിരുന്ന, യാതൊരു വിവാദങ്ങളിലും പെടാതെ ആരുടെയും, ഇപ്പൊ ജെറി അമൽദേവ് സാറൊക്കെ പറഞ്ഞിട്ടുണ്ട്, വരിക, പാടുക, പാട്ടിനെ കുറിച്ച് മാത്രം സംസാരിക്കുക, മറ്റാരെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ പോരായ്മകളെ കുറിച്ചൊന്നും സംസാരിക്കാതിരിക്കുക. അങ്ങനെ വളരെ നല്ല ഒരു സ്വഭാവ രീതിയായിരുന്നു ജാനകിയമ്മയുടേത്. ആദ്യകാലത്ത് അനേകം മനോഹരമായ പാട്ടുകൾ ജാനകിയമ്മ പാടിയതിന് ഗാനരചന നിർവഹിച്ചത് ഭാസ്കരൻ മാസ്റ്ററാണ്. അതിന്റെ സംഗീത സംവിധാനം കൂടുതലും നിർവഹിച്ചത് ബാബുരാജ് സാറാണ്. അങ്ങനെ ഭാസ്കരൻ മാസ്റ്ററുടെ പാട്ടുകളിലൂടെയാണ് ഒരുപക്ഷെ ആദ്യകാലത്തെ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ജാനകിയമ്മ പാടുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാനുള്ള പാട്ട്, അതുപോലെ മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു
വെച്ചു നീരാടുമ്പോ എന്നുള്ള പാട്ട്. അതുപോലെ ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ അവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നിൽ എന്നുള്ള പാട്ട്. അതുപോലെ വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു എന്നുള്ള അതിമനോഹരമായ പാട്ട്. താനേ തിരിഞ്ഞു മറി തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. എല്ലാം ഭാസ്കരൻ മാസ്റ്ററുടെ പാട്ടുകളാണ്. ഇനിയുമുണ്ട് മനോഹരമായ പാട്ടുകൾ ഭാസ്കരൻ മാസ്റ്ററുടേത്, ജാനകിയമ്മ പാടിയത്. അവിടുന്ന് ഗാനം കേൾക്കാം ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കു വെളിയിൽ വരാൻ എന്തൊരു നാണം, വെളിയിൽ വരാൻ എന്തൊരു നാണം എന്ന അതിസുന്ദരമായ കൽപ്പനകൾ നിറഞ്ഞ പാട്ട്. സ്വരരാഗ കന്യകമാർക്ക് അങ്ങ് അടുത്തിരിക്കുന്നത് കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി വരാൻ, എന്റെ പാട്ടിലൂടെ വെളിയിലേക്ക് ഇറങ്ങി വരാൻ നാണമാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഭാവനകൾ നിറഞ്ഞ ഭാസ്കരൻ മാസ്റ്ററുടെ മനോഹരമായ പാട്ട്. താമരക്കുമിളല്ലോ മമ ഹൃദയം എന്ന് പറയുന്ന അതിമനോഹരമായ പാട്ട്. അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു മണവാളനെത്തും നേരം ഉടുമയിൽ ചൂടാൻ മല മലർ മാല പോയിരുന്നു. അതും ഭാസ്കരൻ മാസ്റ്ററുടെ മനോഹരമായ പാട്ടാണ്. ഉണരൂ വേഗം നീ സുമറാണി വന്നു നായകൻ പ്രേമത്തിൻ മുരളീ ഗായകൻ എന്ന് പറയുന്ന മനോഹരമായ പാട്ട്. അതുപോലെ ഒരു പ്രാവശ്യമാണ് മലയാളം പാട്ട് പാടി ജാനകി അമ്മയ്ക്ക് ദേശീയ പുരസ്കാരം കിട്ടിയത്. അത് ഓപ്പോൾ MD സാറിന്റെ MD വാസുദേവൻ നായർ സാറ് കഥയും തിരക്കഥയും ഒരുക്കിയ, സംഭാഷണവും ഒരുക്കിയ പാട്ട് സേതുമാധവൻ സാറ് സംവിധാനം ചെയ്ത ഓപ്പോൾ എന്ന സിനിമയിലെ പാട്ടാണ്. വളരെ മനോഹരമായ ഒരു പാട്ടാണ്. MB ശ്രീനിവാസൻ അദ്ദേഹമായിരുന്നു അതിന്റെ സംഗീത സംവിധാനം. അത് ഭാസ്കരൻ മാസ്റ്ററാണ് അതും എഴുതിയത്. അതിനാണ് ദേശീയ പുരസ്കാരം മലയാളത്തിൽ നിന്ന്, അല്ലെങ്കിൽ മലയാള ഭാഷയിലുള്ള പാട്ടില്, ആ പാട്ടിലൂടെ മലയാളത്തിലേക്ക് ജാനകി അമ്മ കൊണ്ടുവരുന്നത്. അത് ഏറ്റുമാനൂരമ്പലത്തിലെഴുന്നള്ളത്ത് മുന്നിൽ കാത്തുനിന്ന പൂവമ്പന്റെ പള്ളി നായാട്ട് എന്ന് പറയുന്ന പാട്ടിന്. അപ്പൊ ഇങ്ങനെ ഭാസ്കരൻ മാസ്റ്ററുമായുള്ള ഒരു ആത്മബന്ധം അതെത്രയോ തീവ്രമാണ് ജാനകി അമ്മയ്ക്ക്. ഇപ്പൊ ഭാസ്കരൻ മാസ്റ്ററുടെ ജീവിതം നമുക്കറിയാം. അദ്ദേഹത്തിന് അവസാന കാലങ്ങളിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ മെല്ലെ മെല്ലെ നഷ്ടമായി. അദ്ദേഹത്തിന്റെ പാട്ടുകൾ തന്നെ തിരിച്ചറിയാൻ കഴിയാതെ, അല്ലെങ്കിൽ വരുന്നവരെ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ അദ്ദേഹം ഓർമ്മകൾ റദ്ദായി പോയ ഒരു ജീവിതത്തിന്റെ അന്ത്യത്തിലാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോകുന്നത്. അപ്പം ഭാസ്കരൻ മാസ്റ്ററുടെ ഈ ഒരു വേദന, അല്ലെങ്കിൽ ഭാസ്കരൻ മാസ്റ്ററുടെ ഈ ഒരു നിർഭാഗ്യാവസ്ഥ അറിഞ്ഞ് ജാനകി അമ്മ തിരുവനന്തപുരത്ത് വന്ന് ഭാസ്കരൻ മാസ്റ്ററെ കാണാൻ വീട്ടിൽ പോയി. അങ്ങനെ വീട്ടിൽ പോയി ജാനകി അമ്മയെ കണ്ടു. വളരെ ചിരിച്ച്, വളരെ സൗഹൃദത്തോടു കൂടി ഭാസ്കരൻ മാസ്റ്റർ സ്വീകരിച്ചു. പരസ്പരം അഭിവാദ്യങ്ങൾ ചെയ്തു, വർത്തമാനമൊക്കെ പറഞ്ഞു. ഭാസ്കരൻ മാസ്റ്ററുടെ മനോഹരമായ പാട്ടുകൾ ജാനകി അമ്മ പാടി. പാട്ടുകൾ ഇപ്പൊ തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ അതൊക്കെ പാടിക്കഴിഞ്ഞ് ഭാസ്കരൻ മാസ്റ്റർ പറഞ്ഞു, എത്ര മനോഹരമായ പാട്ട്,
വയലാർ എന്ത് സുന്ദരമായാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. ജാനകിയമ്മയ്ക്ക് കരച്ചിലടക്കാനായില്ല. അത്രയേറെ ലോലമായ ഒരു മനസ്സായിരുന്നു ജാനകിയമ്മയ്ക്ക്. കാരണം സ്വന്തം പാട്ട് പോലും ഇത്രയും മഹാനായ ഒരു എഴുത്തുകാരൻ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന അദ്ദേഹത്തിന്റെ ഒരു നിർഭാഗ്യാവസ്ഥ ജാനകിയമ്മയെ വല്ലാതെ വേട്ടയാടി. നമുക്കറിയാം, ജാനകിയമ്മയുടെ ഭർത്താവ്, അദ്ദേഹം മരിക്കുന്നത് വരെ ജാനകിയമ്മ പൊതുവേദിയിൽ വന്നുകൊണ്ടിരുന്നത് വലിയ ചുവന്ന പൊട്ടൊക്കെ തൊട്ട് വളരെ പ്ലസന്റായ. പക്ഷേ ആ ഭർത്താവിന്റെ മരണശേഷം ഈ പൊട്ടുപേക്ഷിക്കുകയും വലിയ ചന്ദനക്കുറിയും ഭസ്മക്കുറിയും ഒക്കെ തൊട്ടാണ് അമ്മ പൊതുവേദിയിലേക്ക് വരുന്നത്. അത്രയേറെ മാനവികതയ്ക്ക്, മനുഷ്യനോടുള്ള ബന്ധങ്ങൾക്ക് അതീവ്രമായ സ്ഥാനം മനസ്സിൽ കൊടുത്തിരുന്ന ഒരു ഗായിക കൂടിയാണ് ജാനകിയമ്മ. ഞാനിത് പ്രത്യേകം എടുത്തു പറഞ്ഞത് വ്യക്തിപരത കൂടി, ഒരാളിന്റെ വ്യക്തിത്വം കൂടി പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. അത്രയേറെ സിമ്പിളായിരുന്നു, അത്രയേറെ അഗാധമായ സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്നയാളാണ് ജാനകിയമ്മ. അപ്പൊ അത്രയേറെ ഒരു ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യ സ്ത്രീ എന്ന നിലയിൽ, ഒരു ഗായിക എന്നതിനപ്പുറം ഒരു കലാകാരിക്ക് വേണ്ട ഏറ്റവും ആവശ്യമായ സ്നേഹം എന്ന വികാരം അതിതീവ്രമായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന കലാകാരി കൂടിയാണ് ജാനകിയമ്മ. ജാനകിയമ്മയോടൊപ്പം ഏറ്റവും കൂടുതൽ യുഗ്മഗാനങ്ങൾ പാടിയ മലയാള ഗായകൻ യേശുദാസ് സാറ്. എത്രയോ മനോഹരമായ പാട്ടുകൾ ഇവർ രണ്ടുപേരും കൂടി പാടി. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട്. ഇപ്പം അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം എന്നുള്ള മനോഹരമായ പാട്ട് ശ്രീകുമാരൻ തമ്പി സാറിന്റെ രചനയും ബാബുരാജ് സാറിന്റെ ഈണവുമാണ്. അരികിലെന്റെ ഹൃദയാകാശം അലതല്ലും സ്നേഹതീർത്ഥം എന്നൊക്കെയുള്ള വളരെ മനോഹരമായ പാട്ട് ദാസേട്ടനും ദാസാറും അമ്മയും കൂടി പാടിയതാണ്. പെട്ടെന്ന് ഈ പാട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നൊരു പാട്ട് യേശുദാസ് സാറ് തന്നെ അഭിനയിച്ച ഒരു പാട്ടുണ്ട്. ഇവർ രണ്ടുപേരും ചേർന്ന് പാടുന്ന ഒരു പാട്ട്. PA ചിദംബരനാഥ് എന്ന് പറയുന്ന ആദ്യകാല സംഗീത സംവിധാനം നിർവഹിച്ച് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സിനിമയിൽ പാടിയൊരു പാട്ടാണത്. കുങ്കുമപ്പൂകൾ പൂത്തു എന്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ കുങ്കുമപ്പൂകൾ പൂത്തു എന്ന് തുടങ്ങുന്ന ആ പാട്ടിൽ അനിയമ്മ പാടുന്ന ഒരു പോർഷൻ ഉണ്ട്, മനോഹരം. മാനസമാം മണിമുരളി ഇന്ന് മാദക സംഗീതമരുളി പ്രണയ സാമ്രാജ്യത്തിൻ അരമന തന്നിൽ കനകത്താൽ തീർത്തൊരു കളിത്തേരിലേറി രാജകുമാരൻ വന്നു ചേർന്നു കുങ്കുമപ്പൂകൾ പൂത്തു എന്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ കുങ്കുമപ്പൂകൾ പൂത്തു. മനോഹരമായ പാട്ട് ദാസാറുമായി പാടിയ, പിന്നെ എത്രയോ മനോഹരമായ പാട്ടുകൾ അവർ ഒന്നിച്ചു പാടി. മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും വളരെ ഹിറ്റായി മാറിയ അനേകം പാട്ടുകൾ. യമുനേ നീയൊഴുകു യാമിനി യദുവംശമോഹിനി മധുമാസപൂവിന് എന്ന് പറയുന്ന മനോഹരമായ പാട്ട്. അതുപോലെ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ എന്നുള്ള പാട്ട്, അല്ലിയിളം പൂവോ എന്നുള്ള പാട്ട്. അങ്ങനെ എത്രയോ ഒരു പിടി മനോഹരമായ പാട്ട്, യുഗ്മഗാനങ്ങൾ. മലയാളിയുടെ മനസ്സിൽ ഇങ്ങനെ നിറങ്ങൾ പിടിപ്പിച്ച് യുഗ്മഗാനങ്ങൾ ജാനകിയമ്മയും യേശുദാസ് സാറും ചേർന്ന് പാടിയത് നമുക്കിടയിൽ നിലനിൽക്കുക. മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് ശ്രീകുമാരൻ തമ്പി സാറിന്റെ ആദ്യ ഗാനം.
അദ്ദേഹം 1966 മലയാള സിനിമയിലേക്ക് പാട്ടെഴുതാൻ വരുന്നത്. കാട്ടുമല്ലിക എന്നായിരുന്നു ആദ്യ സിനിമയുടെ പേര്. അതില് താമരത്തോണിയിൽ താലോലമാടി താനേ തുഴഞ്ഞു വരും പെണ്ണെ എന്നുള്ള യുഗ്മഗാനം യേശുദാസ് സാറും ജാനകി അമ്മയുമാണ് പാടിയത്. അപ്പൊ ആദ്യമായി തമ്പി സാറിന്റെ പാട്ട് മലയാളത്തിൽ പാടുന്നത് ജാനകി അമ്മയാണ്, ഗായിക. അതുപോലെ പിന്നെ എത്രയോ മനോഹരമായ പാട്ടുകൾ തമ്പി സാറിൻ്റെത് ജാനകി അമ്മ പാടി. തമ്പി സാറിന് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ജാനകി അമ്മ പാടിയ പാട്ട് ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി എന്ന് പറയുന്ന പാട്ടാണ്. അദ്ദേഹം എഴുതിയ, തമ്പി സാറ് എഴുതിയ പാട്ടിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. വെറെ മനോഹരം. നേരത്തെ പറഞ്ഞ അകലെ അകലെ ഞാൻ പറഞ്ഞിരുന്നു. മനസ്സിലുണരൂ ഉഷസന്ധ്യയാ മായാമോഹിനി സരസ്വതി മനസ്സിലുണരൂ ഉഷസന്ധ്യയാ എന്ന ഗാനം ജാനകിയമ്മ പാടിയ മനോഹരമായ പാട്ട്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും എന്നുള്ള മനോഹരമായ പാട്ട്. യമുനേ നീ യദുകുല രതിദേവൻ എവിടെ എന്നുള്ള പാട്ട്. അങ്ങനെ ഒരു പിടി മനോഹരമായ പാട്ടുകൾ തമ്പി സാറിൻ്റെത് പാടി. അദ്ദേഹം 150ഓളം പാട്ടുകൾ, തമ്പി സാറിന്റെ പാട്ടുകൾ ജാനകിയമ്മ പാടിയിട്ടുണ്ട്. അപ്പൊ ആദ്യമായി ജാനകിയമ്മയെ കാണുന്ന ആ ഓർമ്മ തമ്പി സാർ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഈ കാട്ടുമല്ലികയിൽ പാടുന്നത് യേശുദാസ് സാറും ജാനകിയമ്മയുമാണെന്ന് അറിഞ്ഞു. ജാനകിയമ്മ താഴെ വന്നിറങ്ങിയിരിക്കുന്നു കാറിൽ എന്നറിഞ്ഞിട്ട് ബാൽക്കണിയിൽ പോയി നിന്ന് വളരെ ആദരവോടുകൂടി പാട്ടുകളിലൂടെ പരിചയപ്പെട്ട മഹാഗായികയെ ആദരവോടുകൂടി നോക്കി നിന്ന ആ അനുഭവം തമ്പി സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തമ്പി സാറിന്റെ മനോഹരമായ അനേകം പാട്ടുകൾ പാടിയിട്ടുണ്ട്. തമ്പി സാറും സലിൽദായുമായി ചേർന്ന് ആദ്യത്തെ പാട്ട് പാടിയതും ജാനകി അമ്മയാണ്. അതിന് പിന്നിലും ഒരു കഥയുണ്ട്. സലിൽദ ട്യൂൺ കൊടുത്ത് പാട്ടുകൾ എഴുതിപ്പിക്കുന്ന രീതിയാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം മലയാളത്തിൽ വന്നു, ചെമ്മീനിലെ പാട്ടുകൾ അങ്ങനെ വയലാർ സാർ എഴുതി വലിയ ഹിറ്റുകളായി. അങ്ങനെ സലിൽദ വീണ്ടും വരികയാണ് മലയാളത്തിൽ. വിഷുക്കണി എന്നാണ് സിനിമയുടെ പേര്. ആ സിനിമയിൽ പാട്ട് ചെയ്യാനായി വരുന്നു. ആരാണ് പാട്ട് എഴുതുന്നത് എന്ന് ചോദിച്ചപ്പോൾ പുതിയ ഒരു ഗാനരചയിതാവാണ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അതിനു മുമ്പ് ഒന്നിച്ചിരുന്നിട്ടില്ല. അപ്പോ അത് ശരിയാകുമോ എന്നൊരു സംശയം സലിൽ ചൗധരി സലിൽദ നിർമ്മാതാവിനോടും സംവിധായകനോടും ഒക്കെ ചോദിച്ചു. അപ്പൊ ശരിയാകും, വളരെ നന്നായി എഴുതുന്നയാളാണ് എന്നൊക്കെ പറഞ്ഞു. ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കും, ഞാനൊരു പല്ലവി നൽകും, ആ പല്ലവി നന്നായി എഴുതിയാൽ മാത്രമേ എൻ്റെ ട്യൂണ് ഞാൻ കൊടുക്കുകയുള്ളൂ ബാക്കി എഴുതാൻ വേണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ തമ്പി സാർ ചെല്ലുന്നു, തമ്പി സാറിനോടൊരു ട്യൂണ് കേൾപ്പിച്ചു കൊടുക്കുന്നു. തമ്പി സാർ അതൊരു ടേപ്പ് റെക്കോർഡറിൽ പിടിച്ചിട്ട് അടുത്ത മുറിയിലിരുന്ന് അരമണിക്കൂർ കൊണ്ട്, അപ്പൊ ഈ വന്നിരിക്കുന്ന ഗാനരചയിതാവ് അത്ര മിടുക്കനല്ല എന്നാണ് അദ്ദേഹത്തിന് സംഗീത സംവിധായകന് കിട്ടിയ ഫീഡ്ബാക്ക്. ആ ഫീഡ്ബാക്കിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അരമണിക്കൂർ കൊണ്ട് തമ്പി സാറ് അതിന്റെ കൊടുത്ത ട്യൂണിനനുസരിച്ചുള്ള വരികൾ എഴുതി കൊടുക്കുന്നു. അത് പിന്നീട് വളരെ ജാനകി അമ്മ പാടുന്നു. ബാക്കി കൂടി ആദ്യത്തെ ആ പല്ലവി കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ, കാരണം സാധാരണ പല്ലവിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് വരികളുള്ള പാട്ടാണ് കൊടുത്തത്, വരികളുള്ള മ്യൂസിക്കാണ് കൊടുത്തത്. അതിന് മനോഹരമായി അദ്ദേഹം എഴുതി കൊടുത്തപ്പോൾ അത് പാടാനായി ജാനകി അമ്മയാണ് വന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീയൻ മടിമേലെ മയങ്ങൂ നീയൻ മടിമേലെ എന്നുള്ള മനോഹരമായ ആ താരാട്ട് പാട്ടാണ് തമ്പി സാറ് ആദ്യമായി സലിൽദായ്ക്ക് വേണ്ടി എഴുതുന്നത്. ജാനകി അമ്മയാണ് അത് പാടിയത്. അതിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആ പാട്ടിന്റെ പല്ലവിക്ക് 4 വരിയല്ല, അതിന് വളരെ നീളമുള്ള ഒരു പല്ലവിയാണ്. എല്ലാം ഒരു ഗാനരചയിതാവ് എന്ന ചലഞ്ച് അല്ലെങ്കിൽ സംഗീത സംവിധായകൻ നൽകിയ ചലഞ്ച് സ്വീകരിച്ചുകൊണ്ട് തമ്പി സാറ് അതിമനോഹരമായി എഴുതി എന്നിടത്താണ് ആ പാട്ടിന്റെ പ്രസക്തി. അതുകൂടാതെ സലിൽദായുടെ മനോഹരമായ പാട്ടുകൾ ജാനകി അമ്മ പാടിയിട്ടുണ്ട്. സന്ധ്യേ
കണ്ണീരിതെന്തേ സന്ധ്യേ എന്നുള്ള പാട്ട് അത് മദനോത്സവത്തിലെ പാട്ടാണ്. ഈ മലർ കന്യകൾ മാരനു നേദിക്കും പ്രേമമെന്ന തേനില്ലേ എന്നുള്ള പാട്ട്. അതുപോലെ സ്വപ്നത്തിലെ കാണാക്കുയിലേ പാടു പാടു നീ കാടുകൾ എന്നുള്ള പാട്ട്. ശാരികേ എൻ ശാരികേ എന്നുള്ള പാട്ട്. അതുപോലെ തുലാവർഷം എന്ന് പറയുന്ന സിനിമയിലെ സലിൽദായുടെ ഈണത്തിൽ സ്വപ്നാടനം ഞാൻ തുടരും, എന്റെ സ്വപ്നാടനം ഞാൻ തുടരും. അതുപോലെ ഈ ഗാനം മറക്കുമോ എന്ന സിനിമയിലെ ഈ കൈകളിൽ എന്ന് പറയുന്ന പാട്ട്. ഇതെല്ലാം ജാനകി അമ്മയിലൂടെ വന്നതുകൊണ്ട് നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ച പാട്ടുകളാണ്. അത്രയേറെ മനോഹരമായാണ് ആ പാട്ടുകൾ നമ്മളുടെ മനസ്സിനെ കീഴടക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ എത്ര മനോഹരമായ പാട്ടുകളാണ് ജാനകി അമ്മയുടേത്. ഇനിയുമുണ്ട്. ജാനകി അമ്മയ്ക്ക് കുട്ടിക്കാലം മുതൽ ഒരു രോഗമുണ്ട്, ആസ്മയാണത്. നമ്മള് വലിവ് എന്നൊക്കെ പറയും. ശ്വാസം എടുക്കുമ്പോൾ ചില സമയത്ത് അലർജി ഉണ്ടായാൽ ശ്വാസം എടുക്കാൻ കഴിയാത്ത ഒരു അപ്പോ കുട്ടിക്കാലം മുതൽ ഇങ്ങനെ അലട്ടുന്നുണ്ട്. അങ്ങനെ ഒരു രോഗമുള്ള ഒരാളിന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോരായ്മയുള്ള ഒരാളിന് ഒരു വലിയ മഹാഗായകനോ ഗായികയോ ആകാൻ കഴിയില്ല. അപ്പൊ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ അമ്മ വലിയൊരു ഗായികയായി മാറാൻ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഉണരൂ വേഗം നീ സുമറാണി എന്നുള്ള പാട്ട് ഉഷാ ഖന്ന സംഗീത സംവിധാനം നിർവഹിച്ച ആ പാട്ട് ആ സിനിമയിൽ 3 പാട്ടായിരുന്നു. മാനസമണി വേണുവിൽ ആ പാട്ടും അതിലെയാണ്. അങ്ങനെ ഈ 3 പാട്ടും പാടുമ്പോ ആസ്മയുടെ കടുത്ത പിടിയിലായിരുന്നു ജാനകിയമ്മ. പക്ഷേ ആ തൻ്റെ പ്രൊഫഷനോടുള്ള, പാട്ടിനോടുള്ള, സംഗീതത്തോടുള്ള അടങ്ങാത്ത ആ ഒരു സമർപ്പണം, അതാണ് പ്രധാനം. സമർപ്പണമാണ്. കടുത്ത ശ്വാസം മുട്ടലിനിടയിൽ സ്റ്റുഡിയോയിലെ കട്ടിലിൽ കിടക്കുകയും ശ്വാസം വിടാൻ ഉള്ള ഒരു ഇതാകുമ്പോൾ, ശരീരത്തിന് ഒരു അവസ്ഥയാകുമ്പോൾ പാട്ട് പാടുകയും ചെയ്യുന്ന തരത്തിൽ അത്രയേറെ ത്യാഗം ചെയ്ത് പാടിയ പാട്ടുകളാണ് അതിലെ. അതെല്ലാം വലിയ ഹിറ്റുകളായി മാറി. അതുപോലെ ശങ്കരാഭരണത്തിലെ പാട്ടുകൾ, ശാസ്ത്രീയം ഞാൻ പറഞ്ഞു വളരെ അടിസ്ഥാനപരമായി മാത്രമേ ജാനകിയമ്മ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ ഉള്ള ജാനകിയമ്മ ശങ്കരാഭരണം പോലെ സംഗീത പ്രധാനമായ, അല്ലെങ്കിൽ സർവവും സംഗീതമായ ഇതിവൃത്തമുള്ളൊരു സിനിമയിലെ പ്രധാനപ്പെട്ട 3 പാട്ട്, അതിൽ തന്നെ 2 ശാസ്ത്രീയ സംഗീതം തന്നെയാണ്. കമാസിൽ റോച്ചേവ രവരുര എന്നുള്ള പാട്ട്, അതുപോലെ സാമജവരഗമന എന്നുള്ള പാട്ട്, ഓംകാര നാദാനു എന്നുള്ള പാട്ട്, ഇതെല്ലാം ഈ ആസ്മയെ കടന്നുകൊണ്ടാണ് പാടിയത്. അതുപോലെ തകരയിലെ മൗനമേ നിറയും മൗനമേ എന്നുള്ള പാട്ട്, ഇതെല്ലാം ഇങ്ങനെ സമർപ്പണം, പാട്ടിനു വേണ്ടി, സംഗീതത്തിന് വേണ്ടി സമർപ്പിച്ചിരുന്ന ത്യാഗനിധിയായ, എന്നാൽ ഏറ്റവും ലാളിത്യത്തോടുകൂടി നമ്മളോട്, സംഗീതപ്രേമികളോട് പെരുമാറിയിരുന്ന, മലയാളത്തെയും മലയാള ഭാഷയെയും മലയാളത്തിന്റെ ഭാവങ്ങളെയും മലയാള വികാരങ്ങളെയും വല്ലാതെ പ്രണയിച്ചിരുന്ന ജാനകിയമ്മയുടെ വേർപാട് നമ്മളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് ഒരു വലിയ നഷ്ടമാണ്. ഒരിക്കലും അതിന് പകരം വെക്കാൻ മറ്റൊരു ഗായികയ്ക്ക് കഴിയാത്ത വിധം അത്രയും വലിയൊരു നഷ്ടമാണ് മലയാളിക്ക് സംഭവിച്ചത്. എല്ലാ മലയാളത്തിന് അപ്പുറമുള്ള എല്ലാ ആ അമ്മയുടെ വേർപാടിൽ, സംഗീതം സിരകളിൽ, സംഗീതം ഓരോ മാത്രയിലും നിറഞ്ഞു നിന്ന, സംഗീതത്തെ മാത്രം, സംഗീതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ആ അമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് എന്നും പാട്ടുകൊണ്ടുള്ള ആ ഓർമ്മപ്പെടുത്തൽ എന്നും ചിരഞ്ജീവിയായിരിക്കാൻ എസ് ജാനകി എന്ന് പറയുന്ന ജാനകി അമ്മയ്ക്ക് കഴിയും. അങ്ങനെ ജാനകി അമ്മയുടെ മരിക്കാത്ത പാട്ടുകളിലൂടെ എന്നും ജാനകി അമ്മയെ ഓർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.